പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉറച്ച വിശ്വാസത്തോടെ വചനമെഴുതി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അത്ഭുതം 3-ാം ദിവസം സംഭവിച്ചു. നമ്മൾ ഉദ്ദിഷ്ടകാര്യം സാധിക്കാനായി വചനമെഴുതി പ്രാർത്ഥിക്കാമെന്ന് നിയോഗം സമർപ്പിച്ച് നമ്മൾ വചനമെഴുതി പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല എന്ന് കരുതുന്ന ഏതൊരു കാര്യവും ഈശോ സാധ്യമാക്കി തരും. 7 ദിവസം 33 തവണ വചനം എഴുതി പ്രാർത്ഥിക്കാമെന്ന് നിയോഗം വെച്ചു. അങ്ങനെ 3 ദിവസവും വചനം മുടങ്ങാതെ സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് വചനം എഴുതി പ്രാർത്ഥിക്കുന്നത്. ആ വചനം എഴുതി പ്രാർത്ഥിച്ച് 3-ാം ദിവസം തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധ്യമാക്കി. അകത്ത് വരുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും, പുറത്തു പോകുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ മനസ്സിലും നമ്മുടെ വേദനകളും വിഷമങ്ങളും എല്ലാം ഈശോ അറിയുന്നുണ്ട്. ഈശോയോട് ഒരു തവണ നമ്മൾ വചനം എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം അവിടുന്ന് തീർച്ചയായും നൽകുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് വചനം എഴുതി പ്രാർത്ഥിക്കുക. വചനം എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.